ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് വരായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മുംബൈയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വരുന്നത് ഗൈസ്. എത്ര മണിക്കൂറത്തെ യാത്രയാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇവിടെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതെന്താ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് നിൽക്കുന്നു ഗൈസ്. ഇതെന്തിട്ട് ഗൈസ്, ബ്രേക്ക് പിടിച്ചിട്ട് ട്രെയിൻ ഇവിടെയല്ലേ വന്ന് നിന്നത്. സ്റ്റേഷൻ അവിടെയും ട്രെയിൻ ഇവിടെ. ചിലപ്പോൾ ആൾ റിവേഴ്സ് എടുത്തിട്ടായിരിക്കും, എന്തായാലും ആവട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രെയിൻ നമ്മളെ കൃത്യ സ്റ്റേഷനിലൊക്കെ വന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 2 ആഴ്ച ലീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ആ വില്ലേജിലാണ് വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടുന്ന് നടന്ന് പോകേണ്ടി വരും ഗൈസ്. ലിഫ്റ്റ് ഒന്നും അടിച്ച് പോവണ്ട. അവിടെ കാണുന്നത് തന്നെയാണ് നമ്മളെ വീട്. അവിടെ ആ ഒരു അപ്പുറത്തെ ഒരു മഞ്ഞ ഗാരേജിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് വീടില്ലേ, സോറി ആ ഒരു യെല്ലോ വീടിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് വീടില്ലേ. ഓക്കെ, അതാണ് നമ്മളെ ഹൗസും കാര്യങ്ങളൊക്കെ. ഒക്കെ അവിടെ ആരെങ്കിലും ഉണ്ടാണാവോ? നമ്മളെ അമ്മയച്ഛനൊക്കെ അവിടെ ഉണ്ടാവും. ഇനി എൻ്റെ അനിയനൊക്കെ ഉണ്ടാവും അവിടെ. നമ്മളിപ്പോൾ വരുന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ റോട്ടിൽ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, ഈ വണ്ടിക്കാരാ, അവർ സീനില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഓടിയിട്ടാണ് പോണത്. ഈ ചേട്ടൻ ഇത് നമ്മൾ സുഗുണേട്ടനല്ലേ? ഇയാൾക്ക് ഇന്നെ ഓർമ്മ ഉണ്ടാവും എന്തോ. ഈ ചേട്ടന് ഓർമ്മ ഉണ്ടാവും. എടാ, കണ്ണി കണ്ടവരൊക്കെ എന്നെ ഓർമ്മ ഉണ്ടാവുന്ന എനിക്ക് എന്താ പ്രാന്ത എന്നൊക്കെ ഓർമ്മിച്ചേക്ക. ഞാൻ തന്നെ മാമനാ. ചേട്ടൻ ഞാനാണിത്. ഏത് ഞാന്? അന്ന് ഞാൻ അവിടുന്ന് മുംബൈക്ക് പണിക്ക് പോയില്ലേ, നിങ്ങളൊക്കെ എന്നോട് പണിയില്ലാന്ന് പറഞ്ഞിട്ട് കളിയാക്കിട്ട്. ആ, അവനാണല്ലേ ജി. ജന്തറാക്ക് ഇല്ലാണ്ടായല്ലോ അങ്ങനെ. ആ, പിന്നെ എന്താ ചെയ്യാ. ജന്തറാന്റെ മുടിമ നൂഡിൽസ് പെട്ടിരിക്കണ. നൂഡിൽസ് പറ്റിയേ? അല്ല, നൂഡിൽസ് വെച്ചിരിക്കുന്നാന്ന്. അല്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ചേട്ടാ. ഇതൊന്നും അറിയില്ല ചേട്ടനക്ക്. ഓൻ്റെ ഒരു ട്രെൻഡും ഗ്രൂൻഡും മുംബൈയിൽ പോയപ്പോ അവിടുത്തെ ട്രെൻഡൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുന്നിരിക്കല്ലേ. ഒന്ന് പൈക്കറൊക്കെ അവിടുന്ന്. ഇയാളേതാ? ഇയാളോട് മുണ്ടാണ്ടിരിക്കരുന്നല്ലേ. ഞാൻ പോവുക ഇവിടുന്ന്. വീട്ടിൽ പോണേ, കുറച്ചേരം ഒന്ന് കെടുക്കണം വീട്ടിൽ. ട്രെയിൻ ഇരുന്ന് വയ്യാണ്ടായി. ഇവിടെ റെഡ് വീട് ഞാൻ കണ്ടല്ലോ അവിടുന്ന്. ഓ, അതിൻ്റെ ഉള്ളിലാണില്ലേ. അപ്പൊ ഇത് പിങ്കാണോ? ഞാൻ ആ ദൂരത്ത് നിന്ന് കണ്ടപ്പോ യെല്ലോ വീടിന്റെ അപ്പുറത്ത് റെഡ് ആയിരുന്നല്ലേ കണ്ടേ. ഇപ്പൊ പിങ്കായ. വാട്ട്, ഇതെന്താ പ്രേത വില്ലേജ് ആയ, ഗോസ്റ്റ് വില്ലേജ് ആയ? ഇതിപ്പോ ഇത്ര പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടോ എന്തോ നമ്മള് വീട്ടില്? നമ്മുടെ വീടതാ കാണാ, റെഡ് വീടാണ്. നമുക്ക് അങ്ങോട്ട് പോവാ. എന്തായാലും ആരെങ്കിലും ഉണ്ടാണാവോ വീട്ടില്. നമുക്കിപ്പോൾ എന്തായാലും മെല്ലെ അങ്ങോട്ട് നടന്ന് പോയേക്കാം. ഇതെന്താണ് ഗൈസ്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ടാണില്ലേ. ഇത് ബാക്ക് ഭാഗമല്ലേ. ബാക്കിലത്തെ ഡോറൊക്കെ അടഞ്ഞു കിടക്കണല്ല. ആരില്ലേ വീട്ടില്? നമുക്ക് കയറി നോക്കാം. ആരില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഗൈസ് എൻ്റെ വീട്. നമുക്ക് വാതിലൊന്ന് മുട്ടിയേക്കാം. ഹലോ, ആരില്ലേ? ഇവിടെ ആരില്ലേ? ഹലോ ഗൈസ്, ആരും വരുന്നൊന്നും കേൾക്കാനില്ലല്ലോ. പക്ഷെ എന്താണ് ഗൈസ്, ഇവിടെ ആരില്ലേ? ഇനിയിപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് വരുന്ന കാരണം മുണ്ടിയില്ലല്ലോ. അതുകൊണ്ട് വരിഞ്ഞ് ഇവിടെ ഇല്ലേ? എവിടേക്കലും പോയാ? ഒന്ന് വിളിച്ചോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ കുറേ നേരം വിളിച്ചപ്പോൾ നമ്മളെ അമ്മ വന്നിട്ടുണ്ട്. എന്തില്ലണ്ടായി നിങ്ങൾ ഈ പറയണ കിടന്നിട്ട്? എല്ലാരും ഇപ്പൊ തന്നെയല്ലേ പറയണേ. ഞാൻ എന്താ ഉണ്ടായിപ്പോ? ആ, ഞാൻ ചായ കുടിച്ചു ട്രെയിനിൽ നിന്ന്. ആ, പിന്നെ എന്റെ അനിയനും കോളേജിൽ പോയിരിക്കും. ക്ലാസ് ഉണ്ട്. ആ, എനിക്കിന്ന് ക്ലാസ് ഉണ്ടല്ലേ. ഓക്കെ, എന്നാ ഞാനെന്നാ അകത്ത് കയറുന്ന റെസ്റ്റ് എടുക്കട്ടെ കുറച്ച്. ഞാനെന്തായാലും കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളിനിപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ ഗൈസ്. ഒരു പുതിയ വീടാണ് നോക്കിയാൽ. ഈ വീടിൻ്റെ ഉള്ളിൽ അധികം സ്ഥലമൊന്നുമില്ല ഗൈസ്. ആകെ ഒരു റൂം മാത്രമേ ഉള്ളൂ. കെടുക്കാനും സാധനങ്ങളൊക്കെ വെക്കാനൊന്നും സ്ഥലമില്ല. അപ്പം നമുക്കൊരു പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം വലിയൊരു വീടാണ്. നമുക്കിപ്പോൾ ആ വീട് മേടിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇല്ല ഗൈസ്. എൻ്റെ ഒക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ പോകുമ്പോൾ ഉള്ള വണ്ടികളൊക്കെ വിറ്റിട്ടാണ് ഗൈസ് പോയത്. ഞാൻ വിചാരിച്ച അനിയനെങ്കിലും ഒരു പുതിയ വണ്ടി എടുക്കുമെന്ന്. അവനൊന്നും എടുത്തില്ല ഗൈസ്. ഒരു വണ്ടി പോലും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊരു വണ്ടി പോലും ഇല്ല.
അപ്പുറത്തൊരു ഗ്യാരേജ് ഉണ്ട്, ഗ്യാരേജിലൊരു വണ്ടിയുമില്ല. എന്ത് കഷ്ടമാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് നടന്നു പോകേണ്ടി വരുമോ? ഒരു ലംബോർഗിനിക്കാരൻ വരുന്നുണ്ട്, ആൾ ഇങ്ങണ്ടാ വരുന്ന അങ്ങോട്ടാ പോവേ. അങ്ങോട്ട് പോവുക തോന്നുന്നു ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഈ ഒരു കോണീസുകാരൻ വരുന്നുണ്ട്, ആളോട് ലിഫ്റ്റ് അടിച്ചിട്ട് അവിടെ മരുന്ന് പോയേക്കാം. അങ്ങോട്ടാണ് ചേട്ടോ ചേട്ടോ. അങ്ങോട്ട് പോയി ഗൈസ്. ഇനി എന്താ ചെയ്യാ? അവിടുന്ന് ഒരു ഓടിക്കാർ വരുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ കാറിൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കേണ്ടി വരുമല്ലോ. നമുക്ക് ഈ കാറ് കയറിയിട്ട് പോവുക ഗൈസ് നമ്മളെ അവിടേക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇവൻ്റെ വണ്ടി കയറിയിട്ടാണ്ട് പോവുക. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ലിഫ്റ്റ് അടിക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ആള് ഈ ഒരു വില്ലേജിലത്തെ ആൾ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞു എന്നോട് വണ്ടിന്ന് എടുത്തിട്ട് ആവശ്യം കഴിഞ്ഞ വീട്ടിലോട്ട് കൊണ്ടു തന്നാൽ മതിയെന്ന്. നമുക്ക് ആളിപ്പോൾ വണ്ടി തന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എവിടേക്കെങ്കിലും കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ആളെ വണ്ടി ചോദിച്ചാൽ മതി. ഇതൊരു ഓടിയാണ്, അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഇതെന്തത് 2 വീലൊക്കെ ആണല്ലോ പോണേ. ഈ വണ്ടി നല്ല സീൻ തന്നെയാണ് കേട്ടോ. ആളോട് ഞാൻ ചോദിച്ചുള്ളൂ അവിടെ വരെ ലിഫ്റ്റ് വരുമെന്ന്. അപ്പം ആള് വില്ലേജിലോട്ട് കയറി വരുന്നേ. അപ്പോൾ ആള് പറഞ്ഞ് വണ്ടി കൊണ്ടുപോയിക്കോ, ആവശ്യം കഴിഞ്ഞിട്ട് കൊടുത്തു തന്നാൽ മതിയെന്ന്. നമുക്ക് പോവേണ്ട റൂട്ട് ഈ വഴിയാണ്, ഇങ്ങോട്ട് തിരി. വണ്ടി ഇടിക്കരുത് ഗൈസ്, ആളെ വണ്ടിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. എൻ്റെ ഒന്നാമത് പൈസ ഒന്നുമില്ല, നമ്മൾ വീടിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചാൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഫ്രണ്ടിൽ കാണുന്ന വീട് തന്നെയാണ്. ഗൈസ് എന്തെങ്കിലും പറ്റണോ നമ്മളെ വണ്ടിക്ക്? ചെറുതായിട്ട് ബമ്പറും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ്. എൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു വണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബമ്പറിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം വരും ആ വണ്ടിക്ക്. അല്ലാണ്ട് ഞാൻ ആ വണ്ടി നോക്കി നടക്കില്ല ഗൈസ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നമുക്ക് എന്തായാലും ഇതാണ് ഗൈസ് വീട്. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ, വലിയൊരു വീട് തന്നെയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെക്കാം. നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓന് ഡോറൊക്കെ ഓൾറെഡി ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓനിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ അത്ര ഗൈസ്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കി വെക്കാം. വീട് എങ്ങനെ ഉണ്ട് പറഞ്ഞിട്ടല്ലേ ഗൈസ് നമ്മൾ നോക്കാം. അത് പിന്നെ 2 നേരം ഉണ്ടോ, അതുകൊണ്ട് പിന്നെ സീനില്ല. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം വലിയൊരു വീടാണ്, AC ഒക്കെ ഉണ്ട് ഗൈസ്. സീൻ തന്നെ. നമുക്ക് എന്തെങ്കിലും മേലത്തെ ഫ്ലോറിലോട്ട് കയറി വെക്കാം. വേണ്ട കയറിക്കൂട്. എന്താ ഗൈസ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇതെന്താ ഗൈസ്? ഇത് ഗ്രാണി. അയ്യോ ഗ്രാണി ഗൈസ്. ഇതെന്താണ് ഗൈസ് ഗ്രാണി? മേലെന്താ ഗ്രാണി? ഇതെന്താണ് ഗൈസ്? എനിക്ക് തോന്നിയതാണെന്നറിയില്ല. ഇനി മേലോട്ട് പോവണ്ട ഗൈസ്, ഇത്തിരി സീനാണ് അവിടെ. ഗ്രാണിയാണ് ഗൈസ്. എന്തിവിടെ ഗ്രാണിയൊക്കെ? ഇനി ഗ്രാണി വീട് വാങ്ങിച്ചോ? നമുക്ക് എന്തായാലും ഉനക്ക് വിളിച്ച് ചോദിച്ചു നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാവോ? എന്തായാലും ആവട്ടെ ഗൈസ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാണ്. ഈ വീട് എന്തായാലും വാങ്ങിക്കാം നമുക്ക്. ഇനിയിപ്പോൾ തോന്നിയതാവോ എനിക്ക്? നമുക്ക് വണ്ടി എടുത്ത് പോയി നോക്കി നോക്കാം. അപ്പുറത്തല കയറണ്ടി, ഞാൻ മറന്ന കാര്യം. നമുക്ക് എന്തെങ്കിലും ചോദിച്ചോക്കെ ഗൈസ് ആരെല്ലോടി. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പണ്ട് ആ വീട്ടിൽ നിന്നിരുന്ന ഒരു അമ്മൂമ്മ മരിച്ചിട്ടുണ്ട് ഇത്ര ഗൈസ് അവിടുന്ന്. അപ്പം അതിൻ്റെ വല്ല പ്രേതാവൂന്ന് പറയണേ. അപ്പം പിന്നെ സീനാണ് ഗൈസ്. നമ്മളെ ഫ്രണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ്. ഓനക്ക് ആ വീട് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ്. ആ ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ ഇതെന്തിപ്പോൾ ചെയ്യുക? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടി ഉള്ള പൈസക്ക് റെഡി ആക്കിയിട്ട് ആൾക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആളെയൊക്കെ നല്ല ത്രാട്ട് കേൾക്കും. ഇവിടെ ഉണ്ടായിട്ടൊരു ഗ്യാരേജ് ഉണ്ട്, നമുക്ക് വണ്ടി എന്തെല്ലാം ഗ്യാരേജിൽ കയറ്റാം. അതാ പോയാ ബമ്പർ ബാക്കിത്തെ. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഇത് ഫ്രണ്ടിൽ വന്നിരിക്കണേ. ഇതെന്താണ് ഗൈസ്? ഇയാളെ വണ്ടിക്ക് തീരെ ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല. അതേതോ ഒരു സുസൂക്കിയുടെ ഓഡിയെന്ന് തോന്നുന്നു. സുസൂക്കിയുടെ ഓഡിയാണ് ഗൈസ്. പപ്പടം പോലെ അവന് എടുക്കുമ്പോഴത്തേനും. എന്തുട്ടാ ഗൈസ് ഇത്? പശ കൊണ്ടാണ് അവർ ഒട്ടിച്ച് വെച്ചിരിക്കണത്. ഫെവിക്കോളായിട്ടാ തോന്നുന്നു ഇവർ ഒട്ടിച്ച് വെച്ചിരിക്കണേ. നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് റിപ്പയർ ആയി കിട്ടണവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ റിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളതല്ല ചേട്ടൻ്റെ. ഇതെന്തുട്ടാ ഗൈസ്? ബാക്കിൽ ഇത് ബമ്പർ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ടല്ലോ. അത് സീനില്ല, നമുക്ക് ആ ചേട്ടനോട് പറയാം. ബമ്പർ ചെറുതായിട്ടൊന്ന് സീനായിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് റെഡി ആക്കിക്കോ. ബമ്പർ അതാ പൊളിഞ്ഞു പോയി. അതിനിപ്പോൾ സീനില്ല. ഇനി എനിക്ക് വയ്യ റിപ്പയർ ചെയ്യുക. അതെന്താണ് ഗൈസ് ഈ വണ്ടി? ഇത് ഒലക്കേമല വണ്ടിയാണല്ലോ. ആള് പറഞ്ഞ് ഈ വീടിൻ്റെ ഇവിടെ വെച്ചാൽ മതിയെന്ന് വണ്ടി. നമുക്കറിയാം ആരെങ്കിലും ബമ്പർ ഊരി കൊണ്ടുണ്ടാവുമെന്ന്. അല്ലാണ്ട് ഇപ്പം ഞാനെന്തെന്ന് പറയുക? ബാക്കിലത്തെ ബമ്പറും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്.
ഇനിയിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വേറെ നോക്കേണ്ടി വരും. അയ്യോ ഞാനിവിടെ വഴിക്ക് വീണേ. എന്തുട്ട ഗൈസ്, കാലൊന്ന് ചെറുതായിട്ട് അവിടെ ഇടിച്ച്, അപ്പോൾ കാലിന് വെതല്ലാത്ത പോലെ കൊണ്ട് വീണ്. ആ സീനില്ല. അപ്പം ഇനിയിപ്പോൾ വീടൊന്നും നമുക്കൊന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് വീട് എവിടെ നിന്നൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും ഈ വില്ലേജിൽ നിന്ന് ഞാൻ മാറും ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എത്താറുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് ടു 10K ആണ് നമ്മളെ ലൈക്ക് ടാർഗറ്റ് ഒരു 50 വെക്കുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ കൂടി ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.